പിന്നെ നമ്മുടെ ടയർ കണ്ട അടിപൊളി, ഇതേപോലെ തവിട്ട് പൊടി ഹൈറ്റ് കയറിയേക്കണം കേട്ടോ. 1 മണിക്കൂറായി ഞങ്ങളിപ്പോൾ ഇതുമ്പോൾ ഗുസ്തി പിടിച്ചോണ്ടിരിക്കുന്നത്. 5 അട്ടിയാണ് അതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നത്. അയച്ചു കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പൂശിക്കോ, ഒന്നും നോക്കണ്ട. എന്താണ്, കറക്റ്റാണോ? കയറില്ല? ഓക്കെ, ഈ റൗണ്ട് കഴിഞ്ഞ് ഇനി പൊട്ടില്ല. നീ ഇതിൽ കയറിയിരിക്കാൻ എന്നോട് തള്ളാനല്ലേ? എന്റെ പേരെന്നാ പറഞ്ഞേ? അത് തീർച്ചയായും പിറന്നാളാണേ. ഓ, ഇതധികം വലിപ്പമൊന്നുമില്ല കേട്ടോ. ഒരു കോംബോയും രാജേഷ് ഒരു ചിക്കൻ. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേരെ കഞ്ചിക്കോട്ടേക്ക് പോകണം കേട്ടോ. കഞ്ചിക്കോട് നമ്മുടെ വണ്ടി ലോഡ് ഇറക്കാനായിട്ട് കിടക്കുന്നുണ്ട്. അത് 2 ദിവസമായി വണ്ടി അവിടെ വന്ന് കിടക്കണം. ഇതേവരെ ലോഡ് ഇറക്കാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം 2 വണ്ടി വീതം വെച്ചിട്ടാണ് അവിടെ ലോഡ് ഇറക്കുള്ളൂ. നമ്മളുടെ വണ്ടിയാണെങ്കിൽ 4ാമത്തെയോ അങ്ങോട്ട് വണ്ടിയായിരുന്നു. അപ്പോൾ മിനിഞ്ഞാന്നും പോയി, ഇന്നലെയും പോയി. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറക്കി കിട്ടുള്ളൂ. അപ്പോൾ രാജേഷും വേറൊരു ഡ്രൈവറും കൂടിയിട്ടാണ് പോയിണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആള് വീട്ടിലേക്ക് പോകുന്നതായിരുന്നു. രാജേഷ് ഒറ്റയ്ക്ക് അവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അജീഷിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അജീഷും കൂടിയിട്ട് നേരെ രാജേഷിന്റെ അടുത്ത് കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ വടക്കഞ്ചേരിയിൽ ചെന്ന് അജീഷിന്റെ വീട്ടിൽ ചെന്ന് അജീഷിനെ കയറ്റി ഇനി നേരെ കഞ്ചിക്കോട് പോകണം. കഞ്ചിക്കോട് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയുടെ പായ ഉണ്ടല്ലോ, പായയുടെ ഹൈറ്റ് ലേശം കുറവായതുകൊണ്ട് തന്നെ വേറെ പായിട്ട് കെട്ടിയിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചുകൂടി പായക്ക് ഹൈറ്റ് കൂട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പായ നമ്മൾ എന്താ പറയുക, വീതി കൂട്ടാനുള്ള സ്ഥലം അവിടെ അടുത്തുണ്ടെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞ്. അത് ചോദിച്ചിട്ട് അവിടെ ഇനി അത് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ സ്ഥിരം പൊട്ടലായ ടയറുകൾ വീണ്ടും ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ടയർ പൊട്ടിയ നിലയ്ക്ക് ഒരു ടയർ എടുക്കണം. അപ്പോൾ അങ്ങനെ 2 കൂട്ടം കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് കാലി ഇതിനായിട്ട് ഓടി വന്നു കഴിഞ്ഞാൽ 2 ടോളും കൊടുത്ത് 10,000 രൂപ ഡീസലും അടിച്ച് റിട്ടേൺ ഇവിടെ വന്നിട്ട് പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അത് അവിടെ ശരിയാക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് അവിടെ വരെ പോയാൽ മതി. ആ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി അവിടെ തന്നെ എന്നിട്ട് ലോഡ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ അത് മാറ്റാൻ വേണ്ടി ഇവിടെ വന്ന് വീണ്ടും നമ്മൾ തിരിച്ച് ഓട്ടം നോക്കി ചിലപ്പോൾ അവിടുന്ന് ഓട്ടം വീണ്ടും അങ്ങോട്ട് ഓട്ടം വരും. അപ്പോൾ അത് ഇതൊക്കെയായിട്ട് പ്രശ്നങ്ങളാവും. അപ്പോൾ അതിന് നല്ലത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ വെച്ച് തന്നെ ഈ കാര്യങ്ങൾ തീർക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വടക്കഞ്ചേരിക്കാണ് ആദ്യമായിട്ട് പോകുന്നത്. വടക്കഞ്ചേരിയിൽ നിന്നാണ് നേരെ പാലക്കാട് നിന്നാണ് കഞ്ചിക്കോട് പോണത് കേട്ടോ. അപ്പോൾ ഈ വഴിയായ കാരണം നല്ല സുഖമായിട്ട് പോകാൻ പറ്റില്ല. വേറെ ഏത് വഴിയാണെങ്കിലും നമ്മൾ ശരിക്കും പെട്ടേനെ. ഇത് ഒരു കുഴപ്പമില്ല, വേഗം എത്തും എന്നുള്ള പ്രതീക്ഷയിൽ വേഗം പോകണം കേട്ടോ. ഇന്ന് തന്നെ നേരം വൈകി 10:45 സമയം. ഞാൻ 10:45 12 മണിയാകുമ്പോഴേക്കും അവിടെ എത്താന്ന് പറഞ്ഞതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരം പോയി. എന്നാലും കുഴപ്പമില്ല, വേറെ ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് എത്താൻ നമുക്ക്. അങ്ങനെ നമ്മൾ കഞ്ചിക്കോട് മിളക് ഇറക്കാൻ വന്നിട്ടുള്ള ഫാക്ടറിയുടെ അവിടെ എത്തിയിട്ടോ. ഫാക്ടറിയുടെ ഉള്ളിൽ കയറിയപ്പോൾ ഇതിവിടെ മൊത്തം മറ്റേ ഇതാണ്, എന്നിട്ട് പറയാ കാറ്റാടി. ഇത് ഇവർക്ക് ഇത് ഉണ്ടാക്കുന്നതാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇലക്ട്രിസിറ്റി ഇവർ ഇതിൽ നിന്നാണോ ഉപയോഗിക്കണേ എന്നുള്ളത് അറിയില്ല കറക്റ്റ് എന്താ സംഭവം എന്നുള്ളത്. ഇപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. ഇഷ്ടം പോലെ ഉണ്ട്. അവരും കറങ്ങണില്ല, അവരും നിന്ന് പോയി. ഇതിൻ്റെ ഉള്ളിൽ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടാണ് കേട്ടോ നമ്മൾ മിളക് ഇറക്കണ സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി മറ്റേ നമ്മുടെ പുറത്തത്തെ റോഡിനേക്കാളും അടിപൊളിയാണ് ഇവരുടെ ഗോഡൗണിൻ്റെ ഉള്ളിലേക്ക് പോണ വഴി. അങ്ങനെ നമ്മൾ വണ്ടിയുടെ അടുത്തെത്തിയിട്ടോ. ഇതാണ് വണ്ടിയുടെ കോലം. നോക്കി ഹൈറ്റ് കയറിയേക്കണം കേട്ടോ. 4 അട്ടി മിളകിൻ്റെ ചാക്ക് മുകളിലേക്ക് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഹൈറ്റ് കണ്ടോ, ഇത്രയാവും. പിന്നെ എവിടെ നമ്മുടെ പായ എത്തുമെന്നാണ് പറയുന്നത്. പായ കണ്ടില്ലേ, എത്ര ലോഡ് കയറ്റിയാലും എത്താവുന്ന ഒരു കണ്ടീഷനിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പായ നമുക്ക് മുകളിലേക്ക് ഉള്ളത്. ഇത് ഇവിടെ ബോഡി കഴിഞ്ഞിട്ട് കണ്ടത്, ഇവിടെ വരെ ബോഡിയുടെ ഹൈറ്റ് ഉണ്ട്. ഇവിടെ ഇല്ല, എവിടെയാണ് കണ്ടു അതിൻ്റെ ദിങ്ങേറ്റം വരെ ബോഡിയുടെ ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 അടിയാണ് ഈ സൈഡിലും കുറവ്, 2 അടിയാണ് ആ സൈഡിലും കുറവ്. അതാണ് നമ്മൾ പായ്ക്ക് ഒരു പൊടിക്കടി ഹൈറ്റ് കൂട്ടണം എന്ന് പറഞ്ഞത്. ഇത് കണ്ടോ, ആകെ ഇത്രയാണ് കുറവ് വന്നിട്ടുള്ളത്. ബാക്കിലേക്ക് ഉണ്ട്, അതനുസരിച്ച് ബാക്കിലേക്ക് ഇവിടേക്ക് താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ സൈഡിൽ കുറവ് വന്നിട്ടുണ്ടാവും. അപ്പോൾ 4 അടി കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 5 അടിയാണ് പായ കൂട്ടാൻ പോകുന്നത്. 5 അടി കൂട്ടി കഴിഞ്ഞാൽ 2 സൈഡിലേക്കും. ഇനിയിപ്പോൾ ഇത്ര ഹൈറ്റിൽ ലോഡ് കയറ്റിയാൽ എന്തെങ്കിലും സാധനങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ് നിലവിൽ എന്താ പറയുക, മിളക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലത്തെ അവസ്ഥ ഈ നിലയ്ക്ക് നിൽക്കും. മിളക് കയറ്റി കഴിഞ്ഞാൽ വണ്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ല കേട്ടോ, എല്ലാ വണ്ടിയുടെ എങ്ങനെയാണ്. പിന്നെ 26 അടിയുള്ള വണ്ടി ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റ് വരില്ല. ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിലേക്കല്ല, ഒരു 2 അടി വെച്ച് കുറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നീളത്തിലുള്ളത് കൂടുതൽ വരുമ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 400 ബാഗാണ് കയറ്റേണ്ടത്. അപ്പോൾ 400 ബാഗിൽ കയറ്റുമ്പോൾ ഒരു 2 അടി മുകളിലേക്ക് വരുന്നതിന് പകരം നമ്മുടെ 24 അടി ആയതുകൊണ്ട് 3 അടി കയറേണ്ട വന്നു. അതാണ് ഇപ്പോൾ ലേശം അളവിൽ കൂടി ഇങ്ങനെ പൊങ്ങി നിൽക്കാനുള്ള കാരണം കേട്ടോ. അപ്പോൾ വണ്ടി വന്നു, എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച കയറ്റാൻ വേണ്ടി പോയതാണ്. വെള്ളിയാഴ്ച പോയ വണ്ടി ഇന്ന് ശരിക്കും ബുധനാഴ്ച. ഇത്ര ദിവസമായിട്ട് കയറ്റി നമുക്ക് ഇറക്കാനായിട്ട് പറ്റിയില്ല. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പായ തയ്യാത്തതുകൊണ്ട് വന്നപ്പോൾ തന്നെ അവർ വേറൊരു പായ ഇട്ടു. അവിടെ ഉണ്ടായിരുന്നൊരു പായ എടുത്തിട്ടു. പക്ഷെ ആ പായ
പൊട്ടി. അപ്പോൾ ആ പായ പൊട്ടിയപ്പോൾ അവർ വീണ്ടും അന്ന് പിന്നെ രാത്രി ആയതുകൊണ്ട് പായ പിടിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസത്തേക്കാണ് പായ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം വീണ്ടും വണ്ടി അവിടെ കിടന്ന് പിറ്റേ ദിവസമായപ്പോഴാണ് പായ മേടിച്ച് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നിലയ്ക്ക് ആയത്. പിന്നെ നമ്മുടെ ടയർ കണ്ട അടിപൊളി ഇതേപോലെ തവിട്ട് പൊടിയായിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ ട്യൂബ്ലെസ് ടയർ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് സാധാ ടയർ ഇതിനകത്തേക്ക് ഇടാൻ പറ്റില്ല. എന്താണ് ഇല്ല, ഉള്ളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. ട്യൂബ്ലെസ്സിൻ്റെ ഉള്ളുവശം കണ്ടോ, ഇങ്ങനെയാണ് ഡിസ്ക് ഇരിക്കണതെന്ന് ട്യൂബ്ലെസ്സിൻ്റെ. അതേപോലെ നോക്കി ഫുള്ള് സംഭവം പുറത്തേക്കൊക്കെ പൊളിഞ്ഞ് പോയി തവിട് പൊടിയായി. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇത് അടിച്ചിട്ടില്ലേ, ഇതിൻ്റെ ഇവിടുത്തെ പൈപ്പ് ചെറുതായിട്ട് വിട്ടു പോന്നിട്ട് ഇനിയിപ്പോൾ അത് എയർ ഇത് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ അത് മാറ്റണം, ആ പൈപ്പ് ഒന്ന് മാറ്റണം, ഈ ടയർ മാറ്റണം. പിന്നെ അതേപോലെ ഈ ടയർ പഞ്ചറായിട്ടാണ് ഇപ്പോൾ നിലവിലിരിക്കണത്. അപ്പോൾ ഇതും മാറ്റണം. അപ്പോൾ 2 ടയർ മാറ്റണം, അതോടൊപ്പം ഈ ഡിസ്കും മാറ്റണം. എന്നാലാണ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്യണം. അത് ഇറക്കി കഴിഞ്ഞിട്ട് വേണം പായ കൂട്ടാൻ പോകാനും ഇതിനൊക്കെ. ഇനി എപ്പോൾ ഇറക്കി കിട്ടും എന്നുള്ളത് അറിയില്ല. അജീഷാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പല്ലിൻ്റെ ഇടയിൽ കുത്താൻ വേണ്ടി ഒരു പുല്ലെടുത്തത്. അയാൾ ബീഡി കളയടോ എന്ന് പറഞ്ഞിട്ടുള്ള ചീത്ത മുഴുവൻ. പായ ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ നീളല്ല വീതി കൂട്ടാന്ന്. വീതി കൂട്ടാന്ന് പറയുമ്പോൾ ഒരു 6 ഡിഗ്രിയും കൂട്ടും പായയുടെ വീതി. അതവർ ഒട്ടിച്ചിട്ട് മറ്റേ ഇത് ചെയ്യും, എന്താ പറയുക, ബാക്കിലേക്ക് വേണ്ടല്ലോ, ബാക്ക് എത്തണ വരെ കിട്ടും. ഇതേപോലെ ഇനി മുളക് കയറ്റാനേ പോണേ നീ എന്നും. മുളകിന്റെ ഓട്ടം എന്ന് പറഞ്ഞാൽ നിന്നെ അടിക്കും ഞാൻ അവിടെ ചെന്ന അപ്പൊ തന്നെ പറയേണ്ടിയായിരുന്നു, മുളക് കയറ്റാൻ പറ്റില്ല ചേട്ടാ, 2 അട്ടിന്ന് മുതലാളി പറഞ്ഞ വിട്ടേക്കണേ, 3 അട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ചേട്ടൻ ചുമന്ന് കൊണ്ടുപോകണമെന്ന് പറയണായിരുന്നു. ഇതിന്റെ ആള് കണ്ട പറയാ ഇതേപോലത്തെ വണ്ടി ഇങ്ങനെ ഓടിപ്പിച്ചു. ആ കണ്ട വണ്ടി കണ്ട, ആ വണ്ടിയുടെ ബോർഡില് 3 അടി. ആ വണ്ടിക്ക് നീളം കൂടുതലാടാ. ആ വണ്ടി 24 അടിക്ക് പോയാൽ 26 അടിയാണ് ആ വണ്ടിയുടെ വ്യത്യാസം. അതുകൊണ്ടാണ് 2 അടി കൂടുതൽ കയറുന്നത്. നമ്മുടെ 24 ജീഷേ, ആ 28 ഉണ്ടല്ലേ. അപ്പം വിളക് കയറ്റാൻ വരുന്ന വണ്ടിയാണെങ്കിൽ അവർ ചോദിക്കണം എത്ര എത്ര അടി നീളമുള്ള വണ്ടിയാന്നല്ലേ. അത് അവരുടെ കുറ്റല്ലേ, നമ്മുടെ കുറ്റല്ലല്ലോ. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എന്നിട്ട് ആ സ്ഥലത്തിന്റെ പേര് അല്ലല്ല, വേറെ സ്ഥലത്ത് കയറ്റാൻ പോയത് നമ്മുടെ ഇവിടെ തോൽപ്പെട്ടി അല്ലല്ലോ, പുതൂര്. അതിന്റെ ഇടയ്ക്ക് എന്നിട്ട് പന്തൽക്കൊടി. പന്തൽക്കൊടി പുതൂരിൽ നിന്നാണ് സംഭവം കയറ്റിയത്. അവിടുന്ന് ഒരു 60 കിലോമീറ്റർ പോയി തൂത്തുക്കുടി എത്തിയാൽ ലോഡ് മര്യാദയ്ക്കുള്ള ലോഡ് കയറ്റി പോരായിരുന്നു. ഈ വക ചിറ്റലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് കൂട്ടിലിട്ട പോലത്തെ അവസ്ഥയായി. ഇവിടെ കൊണ്ടുവന്ന് 3 ദിവസമായിട്ട് ഇവിടെയും കൊണ്ടുവന്നിട്ടു, അവിടെയും ഒരു ദിവസം കൊണ്ടുവന്നിട്ടു. എന്തത് ഒക്കെ ശരിയാവൂലേ? അത് തന്നെ, ഒക്കെ ശരിയാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കണത് സംഭവം. ഇനി പല്ലിൻ്റെ ഇടയിൽ കുത്തെടുത്തിട്ടാ ജീഷേ വിശക്കണ്ട, എന്നാ ചോറിനാൻ പോവാം. അപ്പോൾ ഇനി ഞങ്ങൾ ചോറിനിട്ട് വരുമ്പോഴേക്കും ഇത് ഇറക്കാനുള്ള പരിപാടിയാവുന്നു. ഈ ഒരു സ്ഥലത്ത് നിന്നല്ലേ മിളകിൻ്റെ കുത്തെടുക്കണ്ട, വണ്ടി ഓടിച്ച് വരുമ്പോ ഉണ്ടാ. ഇത് മിളകിൻ്റെ പൊടിക്കണ സ്ഥലമാണോ? അപ്പോൾ ഇത് അല്ലടാ, ഇത് പൊടിക്കണ സ്ഥലമാണോ അത് ശേഖരിക്കണ സ്ഥലമാണോ? ഇത് എന്തുട്ടത്? ഇത് ബ്രാഹ്മിൻസ്. ഇത് അപ്പൊ ഇത് ബ്രാഹ്മിൻസിന്റെ കമ്പനിയിലേക്കാണ് കൊണ്ടുവരില്ലേ? പല കമ്പനികൾക്കുണ്ട്. ഓ, ഈ ടൈം ആണെങ്കിലും ഇവിടെ തന്നെയാവും ചിലപ്പോൾ കൊണ്ടുപോണ്ടാവുക. എനിക്ക് തോന്നുന്നു ഇതിന്റെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കമ്പനിക്കും ചിലപ്പോൾ ഇവിടെ നിന്നും അതേപോലെ തന്നെ പല കമ്പനിയിലും പല ബ്രാൻഡിലും അടിച്ചു പോയിട്ടുണ്ടാവും. അല്ലാണ്ട് ഒരു സ്ഥലത്ത് മാത്രമൊന്നും ആവില്ല ഇത് ഉണ്ടാക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പൊടി വന്നു കഴിഞ്ഞിട്ട് പാക്കിങ് കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്തായിരിക്കും. അല്ലാണ്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കയറ്റി പോകും. ഇങ്ങനെ ഈ ചാക്കിൽ കൊണ്ടിട്ട് പൊടിച്ചിട്ട് പാക്ക് ചെയ്യും. പാക്കിങ് മാത്രം വലിയ പാക്കാവും. മിളക് പാക്കിങ് പൊടിയാക്കില്ല, പൊടിയാക്കില്ല. എക്സ്പോർട്ട് ചെയ്തിട്ട് ഉള്ള സ്ഥലങ്ങളൊക്കെ പിന്നെ ഇതുപോലെ പല കമ്പനികൾ വരുമ്പോൾ അവർ കൊടുത്തു. ഓ, അങ്ങനെ. അപ്പൊ ഈസ്റ്റേങ്കാരോ അല്ലെങ്കിൽ മറ്റവരൊക്കെ വന്നിട്ട് ഇങ്ങനെ എടുത്തു പോകും അല്ലേ? രാജേഷിന് വിശക്കാന്ന് പറഞ്ഞത്. അജീഷാണെങ്കിൽ വീട്ടിൽ നിന്ന് കഴിച്ചു. അപ്പോൾ ചായ പോലും കുടിക്കണില്ല എന്ന് അവൻ പറഞ്ഞത്. അപ്പം ഞാനും രാജേഷും കൂടി പോയിട്ട് നേരെ ഈ ടയറിൻ്റെ കാര്യം ഒന്ന് ചോദിച്ചു നോക്കാം, എവിടെയുള്ളതെന്നുള്ളൊരു കാര്യം സംഭവം ഒന്ന് ചോദിക്കട്ടെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പായയുടെയും ഇവിടെ എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് അതും കൂടി അന്വേഷിച്ചിട്ട് വരാം. അപ്പോഴേക്കാണ് ഇവിടെ ആവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വെറുതെ ചുറ്റി കളിച്ച് നിൽക്കണേക്കാളും അത് എന്നിട്ട് ഇത് ഇറക്കിയതിന് ശേഷം പോയി അന്വേഷിക്കണേക്കാളും നല്ലത് ഇപ്പം തന്നെ പോയി അന്വേഷിച്ചെല്ലാം കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഈ തമിഴൻ വണ്ടിയുടെ ഒക്കെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് കണ്ടോ ഇവർ വണ്ടിയുടെ നീളം 28 അടി ഉണ്ടാവും. നമ്മുടെ വണ്ടി 24. 4 അടിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ചാക്ക് സിമ്പിളായിട്ട് വയ്ക്കുക. അത് ഒരു 5 ചാക്ക് അട്ടി വെച്ച് കഴിഞ്ഞാൽ 50 ചാക്ക്
ഇവർക്ക് സുഖമായിട്ട് മുകളിലേക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ ഗുണം. പിന്നെ ഇവരുടെ ക്യാബിൻ്റെ ഹൈറ്റാണെങ്കിൽ നമ്മുടെ ഹൈറ്റിനേക്കാളും ഒരുപാട് മുകളിലാണ് നിൽക്കണം. അപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ തന്നെ കണ്ടമാനം ഓവർ വെച്ച പോലത്തെ ഒരു തോന്നലും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മളുടെ ആണെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ വലിയ ലോഡ് പറലോഡ് പോലെ തോന്നും. അപ്പോൾ അങ്ങനെ 2-3 വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ. വാ ഫുഡ് കഴിക്കാൻ പോകാം. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇറക്കാനാണെങ്കിൽ ആകെ നിസ്സാര കുറച്ച് ആൾക്കാരുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 2 വണ്ടി ഇറക്കാൻ പറ്റില്ല, നമ്മൾ പെട്ടുപോകും. ഇത് ഇൻഡസ്ട്രിയൽ ഏരിയടാ. ഇവിടെ മറ്റേ ഇതും അങ്ങോട്ട് പോണതൊക്കെ തന്നെയാ ഫുള്ള്. ഞാൻ വിചാരിച്ചെന്താണെന്നറിയോ, മിളകിന്റെ മാത്രമാവും മിളക് മാത്രല്ല 2 കിലോമീറ്റർ 4 കിലോമീറ്റർ ഫുള്ള് 1 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ഏത് ഇപ്പൊ നമുക്ക് ഞാൻ നോക്കാം. മൊത്തം കറങ്ങി അടിച്ചാൽ നമ്മൾ അവിടെ നിന്ന് കയറിയത് അത്രേ ഉള്ളൂ. ഇത് അടുത്ത കമ്പനി ഇത് എന്തിന്റെയോ കുറേ കമ്പനികളുണ്ട് ഇതിന്റെ ഉള്ളില്. ഞാൻ പാലക്കാടൊക്കെ ഇതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കമ്പനികൾ നിറച്ചുള്ളൂ ആദ്യമായിട്ട് കാണാം. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കമ്പനികളുള്ളത് അല്ലേ. അതേപോലെ ഇതിന്റെ ഇതും കൊണ്ട് പവർ കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഞാൻ നേരത്തെ അറിയൂല്ല. ഇവിടെ ജനറേറ്റർ സ്റ്റീലിന്റെ കമ്പനികൾ തന്നെയാ കൂടുതലും. പിന്നെ എല്ലാവരും സഹകരിച്ച പോലെ ഇനി കമ്പനികൾ ഇനി കിടക്ക അവിടെ ഒക്കെ ഉണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് ആണ് തിരിച്ചില്ലേ ഹൈവേയിലേക്ക്, അവിടെ ഒക്കെ ഉണ്ട് കമ്പനികള്. അതിന്റെ ഉള്ളില് ഇവിടെ നിന്നാണ് കുറച്ചുകൂടി വരുമ്പോ ലെഫ്റ്റിലേക്ക് വഴിയുണ്ട്, ആ വഴിക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു കാര്യം നേരെ പോയി ഫുഡ് കഴിക്കാം. കാറ്റാടി ഏറ്റവും അടുത്ത് ഇങ്ങനെ പോയി നിന്നിട്ട് കാറ്റാടി മുകളിൽ കറങ്ങാത്ത പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മുകളിൽ കയറിയാലോ, എങ്ങനെയും തളപ്പെട്ടിട്ട്. ഇതിന്റെ ഏറ്റവും അറ്റത്തുണ്ട് പറഞ്ഞ അടുത്ത് നിക്കണത്, അതാണ് ഞാൻ അതാണ് അടുത്ത് നിക്കണത്. കമ്പനികൾ തന്നെ, ഫുള്ള് കമ്പനി തന്നെയാണ്. എന്തിൻ്റെയൊക്കെയാണെന്നുള്ളത് അത് അറിയത്തുള്ളൂ, അറിയുള്ളൂ. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഇതിന്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ അറിയാം ഏത് കമ്പനിയിലേക്ക് വരുന്നുള്ളത്. ഇത് നീ പറഞ്ഞ ഇതിന്റെ ഉള്ളിൽ കൂടെ ഓരോരോ വഴിയുണ്ട്. അങ്ങനെ മൊത്തം കറങ്ങുകയാണെങ്കിൽ അത്ര അധികം ഉണ്ടെന്നല്ലേ. അത് ശരിയായിരിക്കും, അതുണ്ടായിരിക്കും. ഞാൻ വിചാരിച്ചു ഈ ഒരു സ്ട്രെയിറ്റ് റോഡ് 1.5 കിലോമീറ്റർ അതുണ്ടാവും, 1.5 കിലോമീറ്റർ ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഉള്ളിൽ നമ്മളവിടെ നിന്നിടത്തുനിന്ന് ലെഫ്റ്റ് പോയിട്ടുണ്ട് കമ്പനി. പിന്നെ കമ്പനികളാണ്. ഇത് എന്തിന്റെ കമ്പനിയാണോ ഇതൊക്കെ കാണുന്നത്? ഇത് എനിക്ക് തോന്നണേ ഇത് തന്നെയാണ് ഇതിന്റെ അതിന്റെ അവിടെ ഇവരുടെ ഈ കമ്പനിയുടെ പവർ ഹൗസ് അവിടെ ഉണ്ട്. അപ്പൊ ചിലപ്പോ ഈ പവറിലാവും ഇത് മൊത്തം കറങ്ങണേന്നല്ലേ. ശരിയായിരിക്കും കേട്ടോ. ആയുഷ് പറഞ്ഞത് ഞാൻ പകുതി കണക്കിലെടുത്തിട്ടുണ്ട്, മുഴുവൻ എടുത്തിട്ടില്ല വിചാരിക്കണോ. ഇതിന്റെ ഉള്ളിലുള്ള കമ്പനികളുടെ പേരാണെങ്കിൽ എഴുതി വെച്ചേക്കണത് മൊത്തം കണ്ടോ. ഓ, ആ വണ്ടി മിളകാണെങ്കിലും അത് നമ്മുടെ അത്ര അങ്ങനെ തോന്നണില്ല. അത് നീളം കൂടുതൽ ഫീലിംഗ് തോന്നുന്നു. ക്യാബിന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഭാരത് ബെൻസ് ഒക്കെ നമ്മുടെ പോലെ തന്നെ നിൽക്കുള്ളൂ. 3 ഇല്ലാതുകൊണ്ട് 2 ഉള്ളതുകൊണ്ട്. പക്ഷെ അതിന്റെ ക്യാബിൻ എന്റെ മുകളിൽ 2 വെച്ചാലും നമ്മുടെ 4 വെക്കുന്നതിന് തുല്യമായി നമ്മളുടെ അതേപോലെയാണല്ലോ നിൽക്കണേ. ഇനിയിപ്പോ അത് ഇറക്കാനുള്ളത് നമ്മുടെ ബാക്കിൽ വന്ന വേണ്ടിയപ്പോ അത് ആണ് 4 ഇറക്കുള്ളൂ. ഇങ്ങോട്ട് പോയാലാവൂലേ ഫുഡ് കിട്ടുക എവിടെ അവിടെ. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിഞ്ഞ് നേരെ ടാർപ്പായ ഒട്ടിച്ച് കൊടുക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ടാർപ്പായ ഒട്ടിക്കലുണ്ടോ അത് ഇനി പുതിയത് മേടിക്കാനാണ് കിട്ടുകയെന്ന് അറിയില്ല. എന്തായാലും ചെന്ന് ചോദിച്ചു നോക്കി നോക്കാം, കാര്യം നടക്കില്ല എന്നുള്ളത് അറിയാം. അങ്ങനെ നമ്മൾ പായ ശരിയാക്കണ സ്ഥലത്ത് പോയി, അതുപോലെ തന്നെ ടയറിൻ്റെ സ്ഥലത്ത് പോയി. ഓ, ആനന്ദ് ഭവൻ ഇതെന്താ ജാതി സ്റ്റൈലും വീട് പോലെയാണല്ലോ ഉണ്ടാക്കി വെച്ചേക്കണേ. ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2-3 സ്ഥലത്തൊക്കെ പോയി കറങ്ങി അടിച്ചു. രാജേഷ് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കിടന്ന് ഉറങ്ങിയില്ലേ. അടിപൊളിയായിട്ട് കിടന്ന് ഒന്ന് ഉറങ്ങി. അപ്പം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടയർ ഒരെണ്ണമാണ് ഇടാൻ പറ്റുള്ളൂ, ഒരെണ്ണം ഡിസ്ക് മാറ്റി കഴിഞ്ഞാൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്ക് മാറ്റാനുള്ള സംഭവം പാലക്കാടാണ് ഡിസ്ക് കിട്ടുന്ന സംഭവം ഉള്ളൂ. അപ്പോൾ പാലക്കാട് വരെ പോയിട്ട് ചോദിച്ചിട്ട് വേണം വരാനായിട്ട്. ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. അപ്പോൾ അജീഷിനൊരു ചായ മേടിച്ചുകൊണ്ട് പോവാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ചായ വരുന്നുണ്ട്, കടി ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാൻ നല്ലത്. അപ്പം ചായ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടാറിപ്പോവും. അത് തന്നെയല്ലേ കുടിക്കാനും പറ്റില്ല. അയ്യോ ഗ്ലാസ്സിന് എന്തോ കഴിക്കായിട്ടല്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ടയർ ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിന് ഇങ്ങനെ കൊടുത്തു വിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറെ വണ്ടിയിൽ തൃശ്ശൂരിൻ്റെ ടയർ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ ഇവിടെ തട്ടിയിട്ട് നടക്കേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ വണ്ടികൾ കല്ലെടുക്കാനായിട്ട് മറ്റേ എന്താ പറയുക വേലന്താവളത്തേക്കൊക്കെ പോണ വണ്ടികളുണ്ട്. അപ്പോൾ ടിപ്പറുകൾ. അപ്പോൾ അതിനകത്ത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറക്റ്റ് ഈ വഴിക്കിടെ അവർ വരിക. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമില്ല. നേരെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് എന്താ പറഞ്ഞാൽ കൊഴിഞ്ഞാമ്പാറ വഴി അല്ലേ. കൊഴിഞ്ഞാമ്പാറ വഴി നേരെ നമ്മൾ കഞ്ചിക്കോട് നിന്ന് പോകുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഇത് ഇറക്കണത് നമ്മൾ. അപ്പോൾ അവിടേക്ക് വണ്ടി വരികയാണെങ്കിൽ പിന്നെ പേടിക്കാനില്ല. അതുകാരണം
അതൊരു ഭാഗ്യമായി. അപ്പോൾ എന്തായാലും ചായ കുടിച്ചാൽ അങ്ങോട്ട് പോകാന്ന് വെച്ചു. ചായ എടുത്തില്ലേ? എന്താണ് സ്ഥലത്തിൻ്റെ പേരാ? നിന്നെ ഒരു മുഖപരിചയമുള്ള തന്നെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കയറ്റി വിടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഇനിയിപ്പോൾ നടപടി ആവില്ല എന്നുള്ളത് കണ്ടറിയേണ്ടി വരും അല്ലേ? ഈ സമയത്ത് ഇനിയിപ്പോൾ കയറ്റി ഇറക്കുമോ? എന്തോ ഒരാഴ്ച പറയാൻ വേണ്ടിയിട്ട് ആലോചിച്ച് മറന്നുപോയിന്ന്. ഇത് തന്നെയാണ് സ്കൂളിലുണ്ടായത്. പരീക്ഷയ്ക്ക് വരുമ്പോൾ എന്താണ് എഴുതേണ്ടതെന്ന് നീ മറന്നുപോയി അല്ലേ? ഇംഗ്ലീഷ് മലയാളം എഴുതി, ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് മലയാളം എഴുതി എന്ന് പറഞ്ഞ പോലത്തെ കേസായി. മറന്നുപോയി. ഇനി ആലോചിക്കുമ്പോൾ പറഞ്ഞാൽ മതി, രക്ഷ കുഴപ്പമില്ല. ഇനി നേരെ ചെന്നിട്ട് പായ അയക്കാം. പായ അയച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം നമുക്ക്. മറ്റേ വണ്ടി അതിന് ഇറങ്ങിയില്ല എന്നുള്ളത് അറിയില്ലല്ലോ. ഇനി അവിടെ ചെന്നാൽ അറിയാം എന്തായി അവസ്ഥ എന്നുള്ളത്. എന്റെ പൊന്നെ കയറ്റി നിർത്തി പായ അഴിച്ചു അവൻ. ഷോ ബാ വേഗം ചെല്ല. ഇത് നോക്കിയ ഹൈറ്റ്. ഓ അവിടെ ഇരുമ്പുമ്പോ എന്തോ തല്ലി പൊളിക്കണ കേക്കണില്ല പറയണത്. ഇത് കണ്ടോ സംഭവം? ഈ ഹൈറ്റിലാണ് ലോഡ് നിൽക്കണത്. അതായത് ക്യാബിൻ്റെ മുകളിലേക്ക് മിളക് എനിക്ക് തോന്നുന്നു 1, 2, 3, 4, 5 അട്ടിയാണ് ക്യാബിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നത്. ഇത്ര നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് പായ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് പറ്റുമോ നോക്കിയേ. എന്തായാലും ഇങ്ങനത്തെ ലോഡ് ആദ്യമായിട്ടാണ് കയറുന്നത്. വെയിറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്ര ഹൈറ്റുള്ള ലോഡില്ലേ. നമ്മൾ ഇതേവരെ വണ്ടി മേടിച്ചിട്ട് ഇത്ര ഹൈറ്റ് ഉള്ളത് കിട്ടിയിട്ടില്ലല്ലോ. അതാണ്. അപ്പം ഇനി പായും സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാണ്ടത് ഒക്കെ കീറി തവിട് പൊടിയായിപ്പോയി. ഇനിയിപ്പോൾ ക്ലിയറാക്കി മടക്കി വെക്കിട്ട് നമ്മൾ വലിയ പായ മടക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇനി ഇതിൻ്റെ അളവൊന്ന് നോക്കി നോക്കണം, എന്നിട്ട് വേണം ഇത് കൊണ്ടുപോകാൻ. നമ്മൾ ഈ ടയർ ഊരിയെടുക്കാൻ പോകാണ് കേട്ടോ. ഊരിയെടുക്കാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറായി ഞങ്ങളിപ്പോൾ ഇതുമ്പോൾ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ടയർ ഇങ്ങനെ അവിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഡിസ്കിൽ നിന്ന് ഈ സാധനം കിടന്ന് തിരിയായിരുന്നു നമ്മൾ ലൂസ് ചെയ്യണ സമയത്ത്. അപ്പോൾ പറ്റണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്നിട്ട് ഞങ്ങൾ ലിവറിട്ട് കുത്തി പിടിച്ചതേ ലിവറൊക്കെ വളഞ്ഞ് തവിട് പൊടിയായി. ഇപ്പോൾ ലൂസാക്കി സംഭവം ലൂസാക്കി. ഇനിയിപ്പോൾ ഇത് ഊരിയെടുക്കണം. ഈ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല ട്യൂബ്ലെസ് ഡിസ്ക് ആയതുകൊണ്ട് തന്നെ ഈ സാധനം അവിടെ കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ടയർ അവിടെ നിന്ന് വേറെ ഡിസ്കിലാണ് നിറച്ച് കൊണ്ടുവരുന്നത്, സാധാ ഡിസ്കിൽ നിറച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസ്ക് നമ്മൾ അവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ പോകുമ്പോൾ കാറിൽ കയറ്റി ഇടാമെന്ന് വെച്ചിട്ടാണ് ഈ സംഭവം വേണ്ട ലിവർ വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഊരിയെടുക്കുക. ഇനിയിപ്പോൾ അടുത്ത ടയർ വരുമ്പോൾ ഒരു ടയർ 2 ടയർ ജോഡിയാക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇതിനകത്തൊരു ടയർ എടുത്ത് ഇപ്പുറത്തേക്ക് ഇടുക. അങ്ങനെയാണ് ചെയ്യണത്. ഒരു ടയർ എടുത്ത് മറ്റെന്താ പറയുക സ്റ്റെപ്പിനെ ആക്കിയിട്ടും വെക്കണം. ഈ ടയർ തല്ലിപ്പൊളിയാണ്, അപ്പോൾ ഇത് ഊരി കളയണം. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ ഇനി ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്ന് ഭാഗത്തുനിന്ന് ക്ലിയർ ആക്കിക്കൊണ്ട് വരിക. ഇനിയിപ്പോൾ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പുറത്തുള്ള ടയറും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല. ഇവിടെയാണ് ഇവിടെ നിന്നുള്ള കാര്യങ്ങളൊന്നും ഈ ടയറൊന്നും നിലവിൽ പുത്തൻ ടയറാണ് ഇത് രണ്ടും. ഇത് കുറച്ചുകൂടി ഓടാനുണ്ട് കട്ട. പിന്നെ ഇതാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എല്ലാം മാറ്റുകയെന്ന് പറയുമ്പോഴേ ഇപ്പോൾ ഇതിന് വേറെ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ലാത്ത സാധനം നമ്മൾ ഒട്ടും ഓടാണ്ട് ഇതൊക്കെ മാറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതും കുഴപ്പമില്ല. ഇതൊക്കെ ഇങ്ങനെ കാഴ്ചയിൽ പുത്തൻ ടയറാണ്. ഇത് പുത്തൻ ടയറാണ്, അത് 2 പുത്തൻ ടയറാണ്, ഇത് ഫസ്റ്റ് റീസോളാണ്. പിന്നെ ഇപ്പോൾ പൊട്ടുമ്പോൾ കൊണ്ടിട്ട് അപ്പോൾ നമുക്ക് മാറ്റാം. ഇപ്പം നിലവിൽ നമുക്കിപ്പോൾ 3, 2, 5, 1, 6, 2, 8 ടയർ ഇപ്പോൾ പുത്തൻ ടയർ ആയി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് മാത്രമേ കട്ട ടയറുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് പൊട്ടാണെങ്കിൽ ആ സമയത്ത് നോക്കാം. അല്ലാണ്ട് ഇപ്പോൾ എല്ലാം നമ്മൾക്ക് പൊട്ടും എന്ന് വിചാരിച്ച് ഫസ്റ്റ് തന്നെ നമ്മൾ മേടിച്ചിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. എന്തായി പിന്നെന്ന് പറഞ്ഞാൽ അടിപൊളി ടയറാണ്, സൂപ്പർ ടയറാണ്. ഈ ടയർ നമുക്കൊരു 2500 രൂപയ്ക്ക് കൊടുക്കാം അല്ലേ സെക്കൻഡ് ഹാൻഡ്? അത് കിട്ടില്ലേ ആയിഷ? ആയിഷ എത്ര രൂപ ഇവിടെ കിട്ടുമെന്ന് പറയണതിന്? ഒരു 1000 കിട്ടില്ലേ? അത്ര നല്ല ഡിസൈൻ അല്ലടാ. അയ്യോടാ കാൽമലിക്ക് വീഴും നോക്കിയിട്ട്. ഇവിടെ വെച്ചാൽ മതി, ഞാൻ എടുത്തിട്ട് വരാം. ചേട്ടാ കാർ ഇങ്ങോട്ട് എടുത്തോട്ടെ. ഇത് നമുക്ക് ഊരാൻ പറ്റുമോടാ? അതാ ഞാൻ പറഞ്ഞ ഊരാൻ പറ്റുകയാണെങ്കിൽ ടയർ എനിക്ക് ഊരാൻ പറ്റുമെന്ന് തോന്നണ കണ്ടിട്ട് നോക്കി നോക്കണ. അങ്ങനെയാണെങ്കിൽ ഇത്തിരി എളുപ്പപ്പണിയായി. ഊരാൻ പറ്റൂടാ, 99% പറ്റും. നമ്മുടെ ലിവർ ഇങ്ങോട്ട് എടുത്താൽ നീ നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ വീൽ അഴിച്ചു കേട്ടോ. ഈ വീല്
ഊരി നേരെ കാറിൽ കൊണ്ടു എന്തായാലും ഭാഗ്യം ചെയ്ത് നോക്കി. അത് ടയർ ഫുൾ ടയറാണെങ്കിൽ കൊള്ളിലായിരുന്നു. ഇങ്ങനെ ചപ്പിളി പിളിയായിട്ട് ഇളങ്ങി പിളങ്ങിയതായതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി. ഇനിയിപ്പോൾ ഇത് അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് ടയർ ഊരി കളയണം. ഊരി കളഞ്ഞിട്ട് നേരെ ഇപ്പോൾ നമ്മുടെ വേറെ വണ്ടിയിൽ കൊടുത്തു വിട്ടണമെന്ന് പറഞ്ഞില്ലേ, ആ ടയർ ഇതിനകത്തേക്കും സെറ്റ് ചെയ്യണം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പൈപ്പ് പൊട്ടിയിട്ടുണ്ടല്ലോ, ആ ഒരു പൈപ്പ് എവിടെ കിട്ടുക എന്നുള്ളത് നോക്കിയിട്ട് അത് ഒന്ന് മേടിക്കാനും പോകണം. ആ പണിക്കിടെ കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോകാമെന്ന് വെച്ചിട്ട്. അപ്പോൾ പിന്നെ ടയർ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു ടയർ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അവർക്ക് നിറച്ചിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്യുകയും ചെയ്യാം. ഇത് ഇവിടുന്ന് ഇറക്കി തുടങ്ങിയോ? ഇല്ല, ഇത് ഇറക്കി ഒന്നും ആയിട്ടുമില്ല കേട്ടോ. നമ്മുടെ വണ്ടി തൊട്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചാവി ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെത്താൻ ഇത് പൊന്തി വരികയാണ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ചാവി ഒന്ന് ഇത് ചെയ്ത് നോക്കുകയാണ്. അതായത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇത് ഇങ്ങനെ അറ്റം വരെ താഴെ വരെ മുട്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. നോക്കി നോക്കട്ടെ. മുട്ടാണെങ്കിൽ വീണ്ടും ചാവി ഓൺ ചെയ്ത് തരേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നില മുട്ടി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. മറ്റേ വീലുമലേക്ക് ഭയങ്കര ലോഡ് വരും. അപ്പോൾ പ്രശ്നമില്ല, നില മുട്ടില്ല. മാക്സിമം അല്ലേ ഇറങ്ങണത്? പിന്നെ കുഴപ്പമില്ല. പോവാം. എവിടെ നീ പറഞ്ഞ മറ്റേ സ്പെയർ പാർട്സിന്റെ കട എവിടെയുണ്ടെന്ന് പറഞ്ഞ? ഇവിടെ പോകണമെങ്കിൽ ഇങ്ങടെ ഉള്ളു, ചന്ദ്രനഗർ, പാലക്കാട് വഴിക്ക് പോവാന്നോ. വണ്ടിയുടെ സ്പെയർ പാർട്സ് നോക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ പാലക്കാട്, ഇത് പാലക്കാടല്ലടാ, പാലക്കാട് ടൗണിൻ്റെ ഉള്ളിലേക്ക് തിരിയണതല്ലേ? പാലക്കാട് ബൈപ്പാസിൽ നിന്ന് നേരെ ടൗണിൻ്റെ ഉള്ളിലേക്ക് തിരിയണ വഴിക്ക് അങ്ങോട്ട് പോയിട്ടൊരു കടയുണ്ട്, അവിടെ നോക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. നമ്മളങ്ങനെ പാലക്കാട് ടൗണിൽ വന്നു കേട്ടോ. കാറ് ദേ നമ്മുടെ അവിടെ ഒതുക്കി നിർത്തി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്പെയർ പാർട്സിൻ്റെ കടയുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പൈപ്പ് ഊരി അതിൻ്റെ പൈപ്പ് അതിൽ നിന്ന് വിടിയിച്ച് ഇവിടെ കണ്ടു, വിടിയിച്ച് വയസ്സിൽ വെച്ചിട്ട് അയച്ചു കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആൾ പൈപ്പ് കറക്റ്റ് സൂട്ടാവില്ല എന്നുള്ളത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബൈക്ക് വർക്ക്ഷോപ്പിൽ അത് അയക്കാൻ വേണ്ടി കൊണ്ടു വന്നേക്കാണ് കേട്ടോ. നമ്മുടെ കാര്യം നടന്നു കേട്ടോ. നമ്മുടെ പൈപ്പ് കിട്ടി. പൈപ്പിൻ്റെ ഈ തലയാണ് കറക്റ്റ് ജോയിൻ്റ് ആവാത്തതുകൊണ്ടാണ് അഴിച്ച് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത്. ഇനി വേറെ പ്രശ്നമൊന്നുമില്ല, കറക്റ്റ് സാധനം ഓക്കെയാണ്. ഇനി അവിടെ ചെന്നിട്ട് ശരിയല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ കൊണ്ടാൽ പോരെ, മുന്നേ കൊടുക്കാം, നമുക്ക് പൈസ തിരിച്ചു മേടിക്കാം. ഇവിടേക്ക് ഇല്ലേ, എനിക്ക് തോന്നുന്നത് നമുക്ക് അറിയില്ല എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാർ കിട്ടുന്ന പൈസ മേടിക്കട്ടെ, ഒരു രക്ഷയില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് സാധനത്തിനായാലും വേറൊരു നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടിട്ട് വേറെ പുറത്ത് വന്നിട്ട് ഒരു സാധനത്തിന് വില ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അതിന് 430 രൂപ പ്രിൻറ്റ്, 430 രൂപ, വേറെ കുറവൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് 350 രൂപയ്ക്കാണ്, കഴിഞ്ഞ പ്രാവശ്യം 230 രൂപയ്ക്കാണല്ലോ മേടിച്ചത്. ഇല്ല ചേട്ടാ, അത് ഞങ്ങൾക്ക് മുതലാവില്ല, ഈ കടയുടെ വാടക കൊടുക്കണ്ട, അങ്ങനെ എന്നൊക്കെ. 200 രൂപ എനിക്ക് തന്ന സാധനം നേരെ 400 രൂപ മേടിക്കണതേ. അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കാണ്ടിരിക്കുമോ? ഓട്ടോമാറ്റിക് നമുക്ക് വില അറിയുമ്പോൾ നമ്മൾ ചോദിക്കാണ്ടിരിക്കില്ലല്ലോ. ചോദിച്ചതാണ് അനീഷേ, വല്ലപ്പോഴൊന്നും ചോദിച്ചോ. കുറച്ചും ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും നിർത്തിയിട്ട് ഈ ചായ കുടി ഒരു ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചായ കുടി എന്നുള്ളൊരു തോന്നലായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണിക്ക് മുന്നിൽ ചായ കുടിച്ച് കഴിഞ്ഞാൽ ആണെങ്കിൽ നമുക്ക് വീണ്ടും ചായ കുടിക്കാൻ തോന്നുന്നു. അപ്പോൾ ഒരു ചായക്കട കണ്ടപ്പോൾ നിർത്തുക, ഒരു ബജ്ജി എടുത്തു. അയച്ചു പറഞ്ഞില്ല അപ്പോൾ ചായ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ. എന്താണ്, കറക്റ്റാണോ? സ്പാൻഡർ ഉണ്ടോ? ഞങ്ങൾ എവിടെയൊക്കെ പോയിട്ട് തിരഞ്ഞിട്ടെന്നറിയാം. ഒരാഴ്ച സാധനം കിട്ടിയ ശരിക്കും പറഞ്ഞാൽ കമ്പനിയിൽ പോയി, എന്നിട്ട് കമ്പനി പോയിട്ട് ഉണ്ടാക്കിയൊക്കെ ചെയ്തേ. സ്പാൻഡർ ഉണ്ടല്ലോ, കുറേ ഉണ്ടല്ലോ, വർഷപ്പ് തുടങ്ങാനുള്ള ഇത്ര ഉണ്ടല്ലോ. അതെന്തായാലും ഈ പൈപ്പ് ഒന്ന് സൂട്ടാക്കട്ടെ കേട്ടോ. നമ്മുടെ മുളക് കാര്യങ്ങളൊക്കെ കുറേ തട്ടിയിട്ടു. കണ്ടില്ല, ഉണ്ടമുളക് പകുതി. ഈ ഉണ്ടമുളക് എന്ന് പറയുന്ന സാധനം ഇതാണ്, ഇതാണ് ഇതിനകത്ത് പകുതി. ഇതിനകത്ത് പകുതിയല്ലേ കയറ്റിയിട്ടുള്ള ഈ ഉണ്ടമുളക്? ഡാ അതെ ദൈവമേ, ചോദിക്കൽ കോൺസെൻട്രേഷൻ തെറ്റുന്നു. ബാക്കി നീളത്തിലുള്ള മുളക് ഉണ്ട്. ഈ 2 സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കയറ്റിയിട്ടുള്ളത് മൊത്തം. അപ്പോൾ ഇപ്പോൾ തട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മോളിൽ നിന്നുള്ളത് നീളത്തിലുള്ള മുളകാണ്, പിന്നെ ഉണ്ടമുളകാണ് ഈ ഇരിക്കുന്നതൊക്കെ. കോൺസെൻട്രേഷൻ പോകും നിൻ്റെ വാർപ്പിന്ന്. അല്ല, ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ലേ? അപ്പോൾ കുഴപ്പമില്ല, ധൈര്യമായിട്ട് പൂശിക്കോ, ഒന്നും നോക്കണ്ട. മൊത്തം തിരിയണ്ട, ഉള്ളിൽ നിന്ന് പിടിയേണ്ടി വരും. ആ ചേസിന്റെ അപ്പുറത്ത് നെട്ടുണ്ടാവും. 2 സ്പാൻഡർ ഉണ്ട് അതിൽ. ഏതാ? അങ്ങനെ വയസ്സിലിട്ട് പിടിക്കേണ്ടി വരും, അല്ലാണ്ട് കിട്ടുമോ? നോക്കാം.
നമ്മൾ ആ ബ്രേക്കിൻ്റെ സംഭവം മാറ്റാൻ നോക്കിയിട്ട് പറ്റണില്ല, അത് മൊത്തത്തിൽ കിടന്ന് തിരിയാണ്. അപ്പോൾ അത് കാരണം അവിടെ വെച്ചു. അത് ഇനി വർക്ക്ഷോപ്പിൽ അങ്ങനെ പോകുമ്പോഴേ അത് മാറ്റാനേ പറ്റുള്ളൂ. അടുത്ത വർക്ക്ഷോപ്പ് എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് അവിടെ മാറ്റാം. അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബ്രേക്കിൻ്റെ ഉള്ളിൽ നിന്നുള്ള പൈപ്പ് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകും. ഇത് കണ്ടു, ഈ മുളക് മുഴുവൻ തട്ടി ഈ സൈഡിൽ ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. കണ്ടോ, പകുതി ആയിട്ടുള്ളൂ അത് തട്ടിയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളോട് ഇറക്കിക്കോളാൻ പറയുകയാണെങ്കിൽ 500 രൂപ കൊണ്ട് ഇറക്കുക കാശുണ്ട്. ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാ സാധനവും തട്ടി താഴെ ഇട്ട് കൊടുക്കായിരുന്നു. ഇത്ര കനമില്ലാത്തൊരു സാധനം തട്ടിയിടാൻ വേണ്ടി നിസ്സാര സമയം മതി. പക്ഷേ വെറുതെ ഇങ്ങനെ ചുറ്റി കളിച്ച് നേരം പോകാമെന്ന് പറഞ്ഞില്ലേ, ഒരു രക്ഷയില്ല. വേണ്ട അങ്ങനെ നമ്മുടെ വണ്ടിയിലേക്കുള്ള ടയർ തൃശ്ശൂരിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട് കേട്ടോ. അത് അവിടെ ഒരു വണ്ടിയിലാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് അത് നേരെ കൊണ്ടുപോയി നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം. ഈ വഴിക്ക് വണ്ടികളൊക്കെ വരുന്നതുകൊണ്ട് പ്രശ്നമില്ല, നമുക്ക് ഇങ്ങനെയുള്ള ഉപകാരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ടയർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമെങ്കിൽ നമുക്ക് വണ്ടിയുടെ അടുത്ത് വരെ കൊണ്ടുപോകാനാണ്. ഒന്ന് നോക്കി നോക്കണം. ആ ടയർ കയറിയെന്ന് പറഞ്ഞാൽ ഉടഞ്ഞ കാരണമാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഫുൾ നിറച്ച് കൊണ്ടിട്ടുള്ള ടയറോ അല്ലെങ്കിൽ കാൽ ടയർ ഏതെങ്കിലും ഒരെണ്ണം ഇതിൽ കയറുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. കയറുകയാണെങ്കിൽ വണ്ടിയുടെ അവിടെ വരെ കൊണ്ടുപോകാൻ. എന്തായാലും ഈ വണ്ടിയൊക്കെ ലോഡ് എടുക്കാനായിട്ട്, ഇങ്ങോട്ട് സിമെൻറ്റ് വണ്ടിയാണ്, ലോഡ് എടുക്കാനായിട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് പ്ലാക്കാട്ടിൽ നിന്നാണ് കേട്ടോ 2 ടയർ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തു വിട്ടു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യമാണ്. ഇപ്പോൾ നമ്മളിവിടെ വില ചോദിച്ചിട്ടില്ല, ഇവിടുത്തെ വില അവിടുത്തെ വിലയൊക്കെ നല്ല വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, വലിയ ഉപകാരമായി. 2 ടയർ നമുക്ക് ഇവിടെ കിട്ടി തൃശ്ശൂരിൻ്റെ വിലയ്ക്ക്. അല്ല പാലക്കാടത്തെ വിലയ്ക്ക് വരുന്നെങ്കിൽ ഇപ്പോൾ കയ്യിൽ കാശ് കുറച്ച് പോയത്. അപ്പോൾ അത് ഭാഗ്യമായി. എന്തായാലും കയറുമോ? കയറില്ല. എങ്ങനെ ചെറിയാലും കയറില്ല. പിടിച്ചാൽ കയറുമോ? ഇല്ല. ഇതില് കിട്ടിയാലും കിട്ടുള്ളൂ. ഇതില് ചുരുക്കല്ലേ ഇങ്ങനെ നിക്കണേ. കണ്ട അവിടുന്ന് ഉരുത്തി കയറ്റാനൊന്നും പറ്റില്ല. ആ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഒറ്റ കയറ്റാൻ പറ്റുമോ? അപ്പോൾ പിന്നെ രക്ഷയില്ല. ഓ, ഭാഗ്യത്തിന് ഒരു ഓട്ടോറിക്ഷ വന്നു. അപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റി, ഭാഗ്യമായി. അപ്പം ഞാൻ പണി അങ്ങോട്ട് കഴിഞ്ഞിട്ട് പോകാമല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം പകുതിയിലാവും പണികൾ. അപ്പോൾ ഇത് ഭാഗ്യമായി. ഈ ഓട്ടോറിക്ഷയിൽ ഇനി അവിടെ വരെ പോയിട്ട് അത് ഇറക്കി നെട്ടിട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ അത് പിന്നെ ധൈര്യമായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമേ. മറ്റേ അവൻ ഒറ്റയ്ക്ക് പിന്നെ പണിയിട്ട് വരും. രാജേഷാണെങ്കിൽ ഐഡിയ മാറ്റി. രാജേഷ് ഇപ്പം എൻ്റെ ഒപ്പം പോരാന്ന് പറഞ്ഞ് നിൽക്കുക. രാജേഷിന് അമ്മേനെ കാണണമെന്ന് പറഞ്ഞ് ജാതി കരച്ചില്ലേ. അപ്പോൾ അത് രാജേഷേ അമ്മേനെ കാണുമെന്ന് പറഞ്ഞ് കരഞ്ഞിട്ടല്ലേ ഇപ്പം നീ പോരെന്ന് പറഞ്ഞേ. പിടിക്ക് നോട്ടെ. ഓ കണ്ട, ഞാൻ കൈ വെച്ചില്ലെങ്കിൽ കയറില്ല. അപ്പം രക്ഷയില്ല. എന്താ പോന്നെ. ഓക്കെ, അതും അതിന്റെ മുകളിലേക്ക് വെക്കേ. മുളക് ഓക്കെ. ഇപ്പോൾ 2 സെറ്റായി. ഭാഗ്യം കാറി കയറിയില്ല, ഓട്ടോറിക്ഷ കയറി. കുഴപ്പമില്ല. അപ്പോൾ ചേട്ടൻ മുന്നിൽ വെക്കോ, ഞങ്ങൾ പിന്നിൽ വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീല് മാത്രം 2-3 നെട്ട് ഇട്ടിട്ട് നിർത്താനാണ്. ടയർ കട വരെ പോകണോടത്തോളം വരെ ടയർ ഇല്ലാണ്ട് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടയറൊക്കെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറ്റിയിടാണ്ട്, അതായത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഈ പുതിയ 2 ടയറും ഇതിനകത്തേക്ക് ജോഡിയാക്കി ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ ഇടുന്നു. മറ്റേ കാൽ ടയർ എവിടെ ഇടും? ഇതിനുള്ളിൽ കിടക്കുന്ന ടയർ, കാലി ടയർ എവിടെ ഇടും അജീഷ? വണ്ടി ലോഡ് ഇറക്കി കഴിയുമ്പോൾ ബോഡിയുടെ ഉള്ളിലേക്ക് ഇടാം അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇതിനകത്തേക്ക് ലിഫ്റ്റ് ഇടണം. ഇതിലത്തെ പുത്തൻ ടയർ എടുത്ത് സ്റ്റെപ്പിന് വെക്കണം. പുത്തൻ ടയർ സ്റ്റെപ്പിന് നമ്മുടെ അറിയില്ലേ? അല്ല, ഇതൊരു റൗണ്ട് മാത്രമേ ഇങ്ങനെ പൊട്ടുള്ളൂ, അതറിയില്ല. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിലെ കഥന പൊട്ടണ പോലെ ടയർ പൊട്ടിക്കൊണ്ടിരിക്കണേ. ഈ ഒരു റൗണ്ട് കഴിഞ്ഞ് ഇനി പൊട്ടില്ല. പുത്തനായിട്ട് പൊട്ടി കഴിഞ്ഞാ ആ ചീച്ചിനെ പൊട്ടിക്കും ഞാൻ, അതറിയില്ലേ? ഇതൊക്കെ ഗുണ്ട് ടയർ ആയ കാരണം പിന്നെ ഇതൊക്കെ പൊട്ടാനുള്ളതായതുകൊണ്ട് പ്രശ്നമില്ല. ഇനി പുതിയ ടയറൊക്കെ പൊട്ടിയാലോ? വണ്ടിയുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഞങ്ങൾ ഫുൾ പരിപാടികൾ കഴിഞ്ഞു. ഇനി ഇറക്കാൻ ഇനി ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ ഈ ഇറക്കിയിട്ടിട്ടുള്ള സാധനമില്ല, അത് ലിഫ്റ്റിൽ കയറ്റി മുകളിലേക്ക് കൊണ്ടുപോയി അട്ടിയിട്ടതിന് ശേഷമാണ് വീണ്ടും വന്ന് തട്ടിയിടുള്ളൂ. അതാണ് ഇവിടെ ആരെയും കാണാത്തത്. അപ്പോൾ അതാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ ഞാനും രാജേഷും കൂടി നേരെ വീട്ടിലേക്ക് പോവാണ്. അജീഷ് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഐഷ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ, ശരി കേട്ടോ. അപ്പോൾ പോവാ നമുക്ക്. ആദ്യം എടുത്ത് പുത്തൻ ടയർ സ്റ്റെപ്പിന് വെച്ചോ. പിന്നെ വേറെ ഒന്നുമില്ല. ഗ്രീസ് അടിക്കണം, പിന്നെ ടയർ മാറ്റണം, പിന്നെ പൈപ്പ് മാറ്റം, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പാലക്കാട് ലുലുവിന്റെ അവിടെ എത്തി. അപ്പോൾ ഒരു ആഗ്രഹം, ഇതേവരെ ലുലു കണ്ടിട്ടില്ല. എന്തായാലും സമയം 8 മണിയായി. ഒരു അരമണിക്കൂറിനുള്ളിൽ തിരിച്ചിറങ്ങാന്നുള്ള ഒരു കണ്ടീഷനിൽ കണ്ണാടി ലുലുവിലേക്ക് ഒന്ന് കയറാന്ന് വിചാരിച്ചു.
അപ്പൊ എന്തെങ്കിലും നമുക്ക് ഞങ്ങൾ ആർമാദിച്ചിട്ട് ഇറങ്ങുന്നത് പാർസൽ എന്തെങ്കിലും മേടിക്കുകയും ചെയ്യാം. ഫുഡ് പാർസല് പാലക്കാട് അവസരത്ത് കാരണം അതാ അതൊന്നും കുഴപ്പമില്ല. അടിപൊളിയാണല്ലോ, ലുക്ക് ഉണ്ടല്ലോ, നന്നായിട്ട് കാണാൻ അല്ലേ ലുലു. ജോതി ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്, പക്ഷെ അധികം വലിപ്പൊന്നുമില്ല എന്നുകൊണ്ട്. നീ ഇത് പറഞ്ഞെടുത്തോ, ഇത് നീ ഇതിൽ കയറിയിരിക്കാൻ എന്നോട് തള്ളാനല്ലേ? എന്റെ പേരെന്നാ പറഞ്ഞേ? വേണ്ട, നമ്മള് ഫുഡ് മേടിക്കാൻ എന്തിന്റെ വണ്ടി? എന്തൊരു കഷ്ടം നോക്ക്. കുഴപ്പമില്ല, കയറിയില്ലേ, പിടിച്ചില്ലേ? അപ്പൊ എറണാകുളം ലുലു എന്റെ ഒപ്പം വന്ന് കണ്ടു. എറണാകുളം ലുലുവിന് പ്രത്യേകത ഉണ്ടെന്നാ ഈ ലുലു പാലക്കാട് ലുലുവിന് നമ്മള് പ്രത്യേകത എന്താ? ഇല്ല, മുതലാളിയുടെ മകൻ എനിക്ക് ചെലവാ. അത് തീർച്ചയായും പിറന്നാളാണേ. ആണോ? അപ്പൊ എനിക്ക് നീ ചെലവ് ചെയ്യണോ? പറഞ്ഞു പോയി. നാളെ പിറന്നാളായതിന്റെ മുതലാളിയുടെ ചെലവ് ഇരിക്കുന്നു. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നേരെ നമുക്കന്ന് ഫുഡ് കോർട്ടിലേക്ക് പോവാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ എന്തായാലും ലുലു ഒന്ന് കാണാൻ ഇറങ്ങിയത്. എന്താന്നുള്ളതൊന്നും അറിയണ്ടേ? നമ്മള് പാലക്കാട് ലുലു തുറന്നിട്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? പാലക്കാട് വന്നിട്ട് ഇതാണ് മെയിൻ എൻട്രൻസ്. നമ്മൾ റോട്ടിൽ നിന്ന് കയറി വരികയാണെങ്കിൽ ഇതാണ് എൻട്രൻസ്. ഇങ്ങനെയാണ് സംഭവം. ഫസ്റ്റ് തന്നെ സൂപ്പർ മാർക്കറ്റ്. ഇവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് നേരെ മുകളിലേക്ക് പോകും. ആ കുട്ടി കിടന്ന് കാണിക്കണ നോക്കിയ വാശിക്കാരൻ. എൻ്റെ പൊന്നെ അല്ലമ്പോട്ട് അമ്മേനെ പിടിച്ച് കടിക്കണു. ഇതധികം വലിപ്പൊന്നുമില്ല കേട്ടാ, തീരെ ചെറുതാ. വൈമാടില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ അത്രയ്ക്കുള്ളൂ. നോക്കിയാൽ 1 2 3 4 5 കട ആ സൈഡിലും ഈ സൈഡിലും, പിന്നെ നേരെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ. അത്രേ ഉള്ളൂ കേട്ടോ, വലിയ ആർഭാടം തോന്നണില്ല. അയ്യോ, ഇതാകെ 2 നിലയേ ഉള്ളൂല്ലോ. നമ്മുടെ ശോഭ സിറ്റിയുടെ അത്ര ഉള്ളൂല്ലോ തൃശ്ശൂരത്തെ, അല്ലേ? അയ്യോ, ഇത് കുഞ്ഞിതാട്ടാ. ആകെ 2 നില, അധികം ഇതുകളും ഇല്ല. ഫുഡ് കോർട്ട് ഉണ്ട് എന്തായാലും. ലുലു ഫാഷൻ ഉണ്ട്, ഫുഡ് കോർട്ട്, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. അത് തന്നെ. സിനിമാ തിയേറ്റർ ഒന്നും ഇല്ലാന്നുണ്ട്. സിനിമാ തിയേറ്ററുകളും കാര്യങ്ങളും ഇല്ലേ? നിനക്ക് വല്ല കാര്യം മനസ്സിലായോ? അതായത് തിയേറ്റർ ഇവിടെ വരാൻ പോകണുള്ളൂ, അതിനുള്ള പണി തുടങ്ങാൻ പോകണുള്ളൂ. ഇപ്പം നിലവിലൊന്നുമില്ല. ഇപ്പം ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമിംഗ് സെൻറ്റർ, ഇവിടെ ഫുഡിൻ്റെ പരിപാടി, ഇവിടെ ഒരു സൈഡിൽ അവിടെ ആ സൈഡിൽ വരുന്നതെന്ന് പറഞ്ഞ്. പിന്നെ ഇവിടെ ഒരു 2 3 ഫുഡ് കോർട്ടിൻ്റെ ചെറിയ സംഭവങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും വന്ന നിലയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ജസ്റ്റ് നടന്നിട്ട് വേഗം അങ്ങോട്ട് പോവാം, അല്ലേ രാജേഷ്? വന്ന നിലയ്ക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി അടിച്ച് വെറുതെ ഒന്ന് പോവാം. അത് തന്നെ, ഫ്രീ അല്ലേ? അതെ, ഇനി നമുക്ക് ആകെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും എന്താ കാണാനുള്ളതെന്നൊക്കെ ഒന്ന് നോക്കാം. ഞങ്ങൾ ലുലു ഫാഷൻ്റെ ഉള്ളിൽ കയറി, അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റേ ഫുഡ് കോർട്ടുകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് മനസ്സിലാക്കി. അതുപോലെ മൊത്തത്തിലൊന്ന് നടന്നു. ഇനി താഴത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറണം. കയറിയിട്ട് സ്വർണ്ണക്കടയിൽ കയറാൻ തന്നെയല്ല, രാജേഷിൻ്റെ ബർത്ത്ഡേ നാളെയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ബർത്ത്ഡേക്കുള്ള ചിലവാണെന്നാണ് പറയണത് രാജേഷ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് നടന്നിട്ടുള്ള ചിലവ്. അതെ, അപ്പോൾ അതിന് വേണ്ടി നമ്മളൊന്ന് ബിരിയാണി മേടിക്കും ചിലവിന് വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഇന്നത്തെ പരിപാടി ബിരിയാണി കഴിക്കലാണ്. എവിടെയാണോ ഇതിൻ്റെ എൻട്രൻസ്? വാ, ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറി നമുക്ക് ഫുഡ് കോർട്ടിൻ്റെ അവിടേക്ക് പോവാം. എന്തായാലും ഷോപ്പിംഗ് മോള് മൊത്തത്തിൽ ചെറുതാണെങ്കിലും ലുലു ഹൈപ്പർ മാർക്കറ്റും അതുപോലെ ലുലു ഫാഷനും അതുപോലെ തന്നെ എല്ലാം കൂടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. വലിയൊരു സംഭവമാണ്. അതിലൊന്നും ചെറുത് എന്ന് തോന്നാവുന്ന രീതിയിലൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ വന്നു, കാര്യങ്ങളൊക്കെ കണ്ടു, ഇഷ്ടമായി. ഇനിയിപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, മേടിക്കുക, പോവുക. ബിരിയാണി 2 സൈസ് ബിരിയാണി ഉണ്ട്, പിന്നെ ഈ ഷവായി ചിക്കനും പിന്നെ റോസ്റ്റർ ചിക്കനൊക്കെ ഉണ്ട്, ഫ്രൈഡ് റൈസൊക്കെ ഉണ്ട്. ഏതാ വേണ്ടതെന്ന് തീരുമാനത്തിലേക്ക് ആക്കട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞാനൊരു കോംബോയും രാജേഷ് ഒരു ചിക്കൻ ബിരിയാണിയും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് മേടിച്ചു, കാര്യങ്ങൾ ഓക്കെ ആക്കി. ഇനി നേരെ ബില്ലടിക്കുന്ന സ്ഥലത്ത് സമയം കുറേ പോകെങ്കിൽ പ്രശ്നമാകും. കാരണം എനിക്ക് തൃശ്ശൂർ എത്തേണ്ടതാണ്. അപ്പോൾ നേരെ ഇത് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നേരെ ഫുഡ് കോർട്ട് ഉണ്ട്, അവിടേക്ക് അങ്ങോട്ട് പോകാൻ ബില്ലടിച്ചിട്ട്. വെജിറ്റബിളിൻ്റെ സ്ഥലമൊക്കെ അങ്ങേ സൈഡിലാകുന്നുണ്ട്. വെജിറ്റബിളിൻ്റെ സ്ഥലം ഒന്ന് കണ്ടിട്ട് പോകാൻ. പക്ഷേ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കണ്ടേ. ഈ സൈഡ് മാത്രം നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ ഭാഗം മാത്രമാണ് ശരിക്കും പറഞ്ഞ് നടന്ന് കണ്ടുള്ളൂ. പക്ഷേ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ, അതും വേണ്ട പറയാം. മൊത്തത്തിൽ തിരക്കൊക്കെ കുറവാണ്. ഈ കണ്ട ഇത്ര വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏറെക്കുറെ നോക്കുമ്പോൾ ഒരു തിരക്കൊക്കെ വേണ്ടേ, അതിനുള്ളതൊന്നും ഇല്ല, കാലിയാണ്. പച്ചക്കറിയൊക്കെ സ്റ്റാൻഡേർഡ് തന്നെ, നമ്മുടെ എറണാകുളം പോലത്തെ സെറ്റപ്പ് തന്നെ കേട്ടോ. ഒരു പൊടി ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എല്ലാം അതേപോലെ തന്നെയാണ്. എറണാകുളത്തിൻ്റെ അത്ര ഒക്കാൻ പറ്റില്ല, അല്ല എന്നാലും കുറച്ച് സംഭവങ്ങളുള്ളെങ്കിലേ, കുറച്ച് സ്ഥലമുള്ളെങ്കിലും അത് ശരിയാ. എൻ്റെ കോമ്പ് ബെസ്റ്റാ. എന്നാലും തണുത്ത് പോയി, ചൂട് വേണമായിരുന്നു. രാഷ്ട്രീയം ചൂടുണ്ടോ? ചെറിയ ചൂടുള്ളൂ. ശരിയാ, ഇതും തണുത്ത് പോയിട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചൂടുണ്ടെങ്കിൽ
ഉണ്ടാവും, അത് ചോദിച്ചു മേടിക്കുന്നുണ്ടായിരുന്നു. അത് പാക്ക് ചെയ്ത് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ആ വർക്കറ്റ് കപ്പ് പിന്നെ നമ്മൾ സംഭവം പാക്ക് ചെയ്ത് തരികയാണെങ്കിൽ നല്ല ഇതുണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നു. ഇത് തണുപ്പ് പോയാലും രസമില്ല. നിനക്കുണ്ടായിരുന്നു ചൂട്? ചെറുതായിട്ടല്ലേ ഉള്ളൂ, മതിയല്ലോ. നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് ബിരിയാണി, നിനക്ക് ഇത്. ഇല്ല അല്ല, നീ നേരത്തെ നല്ലതാണെന്നുള്ള പറഞ്ഞ എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞപ്പോ എയിമില്ലാന്നല്ലേ ഏടാ. ലുലുവിലത്തെ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. ഇനി കാർ പാർക്കിങ്ങിനൊക്കെയാണ് കേട്ടോ. ഇനി എത്രയും പെട്ടെന്ന് വീട് പിടിക്കാന്ന് പറയില്ലേ, അത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം, അതാണ് പരിപാടി. 9 മണിയായി, 10 മണിയാകുമ്പോഴേക്കും വീടെത്തണം. എത്തില്ലേ പക്ഷേ? അല്ല, ഷോപ്പിംഗ് മോള് കറങ്ങിയടിച്ച് കാണാനായിട്ട് വരുന്നവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ല. പക്ഷെ സാധനങ്ങൾ മേടിക്കാൻ വരുന്നവർക്ക് ഹൈപ്പർ മാർക്കറ്റും അതേപോലെ ബാക്കിയുള്ള സംഭവങ്ങളാണെങ്കിൽ കടയാ അല്ലേ. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാണാനായിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ നിറച്ചും കടകൾ കുറേ സ്ഥലത്തുകൾ നടക്കില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും കാർ പാർക്കിങ്ങിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട് നമ്മൾ. കാർ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇട്ടാൽ കാരണം പിന്നെ അധികം ദൂരം നടക്കണ്ട. എവിടെ ഇതേ കിടക്കണം. രാജേഷിന് ഈ വണ്ടി വേണമെന്ന് പറഞ്ഞില്ല, അവൻ്റെ അടുത്ത് ഇതിലേക്ക് വെച്ചോ, കാറിലേക്ക് വെച്ചോ, വീട്ടിൽ ചെന്ന് പിള്ളേർക്കൊക്കെ ആയിട്ട് പൊന്തി കളിക്കാം. അതാ പറഞ്ഞ കടയിൽ പോകുമ്പോഴേ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ ഇവിടുന്ന് വല്ലതും മേടിച്ചോ. അത് നല്ലതാ. സ്ഥലം എന്ന് മനസ്സിലായോ? ഈ പോണ സ്ഥലം ആലത്തൂർ ബൈപ്പാസ്. നിനക്കറിയാലേ, കൊണ്ടെല്ലാം പഠിച്ചല്ലേ. അതുകൊണ്ടാണെന്നല്ലേ. പിന്നെ ഞാൻ ആലത്തൂർക്ക് പോയിട്ടുള്ളല്ലേ. നീ അല്ലേ പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് മറ്റേ ഇത് കണ്ടിട്ടില്ല, കീപ്പ് ലെഫ്റ്റ്, വണ്ടി ഇപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ 1000 കിട്ടുന്നത്. ഇനി കാണിച്ചു തരട്ടെ, ഇഷ്ടംപോലെ സ്ഥലത്തുണ്ട്. എനിക്ക് കാണിച്ചു തരും. ദേ അവിടെ എഴുതിയേക്കണു, ലാസ്റ്റ് ഒരു വലിയ ഇതിരിക്കണ്ട. ഓരോ കിലോമീറ്ററിലും ഇടപെട്ടിട്ട് അത് വെച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു ചുമപ്പും ഇത് കൂടി നീലയും അത് എഴുതിയേക്കണ നോക്കി. നീ എന്നിട്ടന്ന് കീപ്പ് ടു ലെഫ്റ്റ് ലൈൻ പേ 1000 റുപ്യ. ആ, ലെഫ്റ്റ് ലൈനിൽ പോയില്ലെങ്കിൽ റൈറ്റിൽ കയറ്റി ഓടിച്ചാൽ 1000 റുപ്യ ഫൈൻ ഉണ്ടെന്ന്. അതിപ്പോൾ 1 കിലോമീറ്ററിൽ കണ്ടില്ലേ, ഇനി അടുത്ത 1 കിലോമീറ്റർ എത്തുമ്പോഴേക്കും അത് വീണ്ടും ഉണ്ടാവും. അതായത് വണ്ടിക്കാർ ഇപ്പുറത്തെ സൈഡ് ചേർന്ന് പോയി അപ്പം കിട്ടും. അതിൻ്റെ തൊട്ട് അപ്പുറത്ത് ക്യാമറ ഉണ്ടാവും. അപ്പോൾ ആ ക്യാമറയും അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് നോക്കി അത് കണ്ടു വരികയാണെങ്കിൽ ഇപ്പുറത്തേക്ക് ചേഞ്ച് ചെയ്താൽ രക്ഷപ്പെടും. ഇല്ല, അപ്പുറത്തെ സൈഡിൽ വരികയാണെങ്കിൽ 1000 പോയി കിട്ടും. അല്ലെങ്കിൽ നിന്റെ ക്യാമറ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതേ അവിടെ ഒരു ഇത് കണ്ടോ, അവിടെ അതേ ബോർഡ് കണ്ടില്ലേ? അതിന്റെ തൊട്ടപ്പുറത്ത് വേറെ ക്യാമറ ഉണ്ടായിരിക്കും. അതായത് 1 കിലോമീറ്റർ ഇടപെട്ട് ക്യാമറയാണ്. ഇപ്പൊ ഈ വെച്ചേക്കണതൊക്കെ അതിന് വേണ്ടിട്ട് തന്നെയാണ്. അതെ അതെ, 1000 എഴുതി വെച്ചേക്കണം. 1000 അത് നമ്മള് ഇവിടെ കൊടുക്കണോ അതോ അവര് വീട്ടിലേക്ക് വന്നോളൂ. അങ്ങനെ ഞങ്ങളുടെ NH എത്തിയിട്ടാ. അതായത് ഞങ്ങളുടെ പൊളിച്ചിട്ടിട്ടുള്ള തവിട് പൊടിയാക്കിയിട്ടുള്ള റൂട്ടിലെത്തി. അങ്ങനെ രാജേഷിനെ ഇറക്കി വിട്ടു. ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സംഭവം ചെയ്ത് പോലെയൊക്കെയുള്ളൂ. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ 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 ബൈ.